നമ്മളിപ്പോഴുള്ളത് ഗ്രാൻഡ് മാൾ എടപ്പള്ളിയിലാണ്. നമ്മളുടെ കൂടെ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് മിസ്റ്റർ സന്തോഷ് മാത്യു വോക്കിയുമുണ്ട്. നമ്മളിന്ന് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സന്തോഷ് ചായനോട് ചോദിക്കാറുണ്ട്. ചേട്ടൻ പഠിച്ചതൊക്കെ എവിടെയാണ്? കളമശ്ശേരി തന്നെയാണോ? ഞാൻ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ഞാൻ പാലക്കാടായിരുന്നു. എൻ്റെ ഭാഷയിലാണ് ആൾക്കാർ പറയാറുണ്ട്. അതിൽ നിന്ന് ഞാൻ കളമശ്ശേരിയിൽ പഠിച്ചു, സെൻറ്റ് ജോസഫിൽ. പിന്നെ ഹയർ സെക്കൻഡറി എല്ലാം രാജഗിരി, എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചത് രാജഗിരി. ഓക്കെ. ബിടെക്ക് ശേഷം എംടെക് അല്ലേ ചെയ്തേ? എംടെക് ഏതായിരുന്നു സബ്ജക്റ്റ്? നാനോ സയൻസ്, നാനോ ടെക്നോളജി. ഓക്കെ, നൈസ്. ഇപ്പോൾ ഫിലോസഫി ചെയ്യണം. ഇപ്പോൾ ഞാൻ അത് എംടെക്, അതിൻ്റെ മാസ്റ്റേഴ്സിൽ തരും. ഫിലോസഫി എൻ്റെ താല്പര്യമായിരുന്നു. മാത്സും ഫിലോസഫി ആയിരുന്നു എനിക്ക് പറ്റിയ ഏറ്റവും ഫീൽഡാണ്. ചെറുപ്പത്തിൽ മാത്സിൽ പ്രോഡക്റ്റിലായിരുന്നു. അങ്ങനെ പോകാൻ പറ്റിയില്ല. വീട്ടുകാർ മെഡിസിൻ ട്രൈ ചെയ്യാനാണ് പറഞ്ഞത്. എനിക്ക് താല്പര്യം ഉണ്ടായില്ല. ബയോളജി എനിക്ക് പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഫിലോസഫിയിലെത്തി. ഫിലോസഫി സബ്ജക്റ്റിനെ കുറിച്ച് ശരിക്കും അറിയാവുന്ന ആൾക്കാർ കുറവാണ്. പിന്നെ വേറെ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തതാണ്, എനിക്കൊരു ഫിലോസഫിയിൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ട് ഒരു എൻവയോൺമെൻറ്റ് കിട്ടുന്നത്. ഇൻ്റലക്ച്വലായ ഒരു സർക്കിൾ കിട്ടുന്നില്ല പ്രശ്നം. അതുകൊണ്ട് ബാക്കിയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അവർ വെറുതെ സൈക്കോ. ഞാൻ ടെസ്റ്റ് യൂസ് ഡോക്ടർ ഞാൻ പറയും, ഇവിടെ കുറച്ചാളും ചെയ്യുന്നത് ഞാൻ ഫുൾ സൈക്കോ ആയിട്ട് മാറുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് പറ്റിയ ആൾക്കാർ കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കാൻ കാരണം മദറിന് മാത്രമാണ്, പേരൻസിന് വേണ്ടി വേണം. എനിക്ക് IITL കിട്ടിയതാണ്, 3 എൻട്രൻസ് കിട്ടിയ IITL കിട്ടിയതാണ്. അങ്ങനെയുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് കൊണ്ട് ഇവിടെ നിൽക്കണം. ഞാൻ ചേട്ടനോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നൊരു സംഭവമാണ്, ചേട്ടന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറയാറുണ്ട്? പണ്ട് പറയണേ, എനിക്ക് നാവ് കുറച്ച് തിക്കാണ്. എൻ്റെ ഫാദറിൻ്റെ തിക്കായിരുന്നു, എൻ്റെ നെബിയുടെ തിക്കാണ്, ജെനറ്റിക്കായിട്ട് വന്നതാണ്. അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ല. ഞാൻ പറയുന്നത് ചിലർ ഈവൻ സം പീപ്പിൾ ഹാവ് ആസ്ക്ഡ് നിങ്ങൾ കുടിച്ചിട്ട് പോകുന്നത്. ഞാൻ ഇതുവരെ മദ്യം തൊടാത്ത ആളാണ്. ചേട്ടനെ കാണുമ്പോഴൊക്കെ ഇപ്പോൾ വീഡിയോസിലൊക്കെ ആൾക്കാർ കാണുമ്പോഴും മെൻ്റലാണ്, സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവരാണ് എന്നൊക്കെ പറയും, സൈക്കോ ആണെന്ന് പറയും. ബട്ട് ആക്ച്വലി അത് അറിവില്ലായ്മ കൊണ്ട് അവർ പറയുന്നല്ല. ശരിക്കും സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവന്മാർ സൈക്കാട്രിക് ഹോസ്പിറ്റലിലോ അല്ലെ വയലൻസ് ഒക്കെ ഉണ്ടാക്കി നടക്കുന്നവരാണ്. സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളവർ ശരിക്കും അത് ഹൈഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഈ പ്രശ്നങ്ങളൊന്നും ശരിക്കും റിയൽ ലൈഫിൽ ചേട്ടനില്ല. നമുക്ക് സംസാരിക്കുമ്പോഴും ഇതിപ്പോൾ നമ്മൾ ഇതുവരെ ഇടപെട്ടതും ഒക്കെ നമുക്കത് മനസ്സിലാവും. ചേട്ടൻ ആകെപ്പാടുള്ള പ്രശ്നം ഈ സംസാരിക്കുമ്പോഴുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടും പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന മാനറിസത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഞാൻ പറയുന്ന കാര്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പോലും ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറയുന്ന ആക്ടറാണ്. എന്നെ നോക്കിക്കൊണ്ടിട്ട് ഞാൻ വലിയൊരു ഫിലിം സ്റ്റാറോ വലിയ സുന്ദരനായ ആളെന്നുണ്ട്. ഞാൻ പറഞ്ഞ കണ്ടന്റ് കേൾക്കണം. പിന്നീട് മനസ്സിലായി ഇത് കണ്ടെന്നല്ല, മാറ്റർ അല്ല കേൾക്കുന്നത്, വേറെ പല കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മാറ്ററിലാണ്. ബാക്കിയുള്ളവർ അങ്ങനെയല്ല. പലരും പറയാറുണ്ട് നിങ്ങൾ പ്രസന്റബിൾ ഫോമിലല്ല. ഡ്രസ്സിങ് പോലും അത്ര ഇതല്ല. മോഹൻലാലിനെ ചെറുപ്പം തൊട്ട് ഇഷ്ടമായിരുന്നു? ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്നു. ആദ്യം തൊട്ടേ എല്ലാ പടങ്ങളും കാണുമായിരുന്നു ചെറുപ്പത്തിലെ? ചെറുപ്പത്തിലെ പുള്ളിയെ ഞാൻ 98 ആ സമയത്ത് പുള്ളിയായിരുന്നു മെയിൻ ആള്. ഒരുപാട് നല്ല സിനിമകളും കാണുമായിരുന്നു. ചെറുപ്പം മുതലേ പുള്ളിയുടെ ഫാനായിരുന്നു. ഇപ്പോൾ പുള്ളി ചെയ്യുന്ന സിനിമകൾ തെറ്റില്ല. അന്ന് നല്ല ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്നു. അന്ന് എല്ലാവർക്കും പുള്ളി ഇഷ്ടമായിരുന്നു. മോഹൻലാലിനെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? അതായത് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവില്ലേ? നമ്മൾ ചെറുപ്പകാലത്ത് കണ്ട ആ ഒരു ഇതാണ്. ആ കാലത്തെ എല്ലാ സിനിമയും നല്ലതായി, നല്ല സിനിമകളായി. അതൊരു ഫാക്ടർ. അന്ന് ആ ജനറേഷൻ ഇവിടെ ജനിച്ചു വരുന്ന ആൾക്കാർക്ക് എല്ലാം മോഹൻലാൽ ഭയങ്കര. പക്ഷെ അന്ന് ഇഷ്ടപ്പെടുന്ന പലർക്കും ഇപ്പോൾ ഇഷ്ടമില്ല. കാരണം പുള്ളി ടൈപ്പ് ഓഫ് മൂവീസ് പുള്ളി ചെയ്യുന്നത് മാറി. പഴയ കാലത്തെ മോഹൻലാലിന്റെ സിനിമകളും ഇപ്പോഴുള്ള മോഹൻലാലിന്റെ സിനിമകളും നമ്മൾ കമ്പയർ ചെയ്യാം. പുള്ളി തന്നെ മാറിപ്പോയി. അന്ന് പുള്ളി യങ്സ്റ്റേഴ്സിന് അന്നത്തെ യൂത്തിൻ്റെ ഒപ്പമായിരുന്നു, കുറച്ച് യൂത്ത്ഫുൾ ആയിരുന്നു. പുള്ളിയുടെ തിങ്കിങ്ങുകൾ മാറിപ്പോയി. ഇപ്പോഴത്തെ ആളുകളുടെ യൂത്താണല്ലോ ആദ്യം പോയി മൂവി കാണാം. അവരുടെ ഒരു പൈസ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. മമ്മൂട്ടിക്ക് അത് മനസ്സിലാൻ പറ്റുന്നുണ്ട്. പുള്ളി ഇപ്പോൾ ആ പ്രായത്തിനനുസരിച്ച് അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ 62 വയസ്സാണ്, ആരില്ല ചെല്ലി. ഇപ്പോൾ ചേഞ്ചിലുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പം മോഹൻലാലിൻ്റെ മൂവീസ് നോക്കുമ്പോഴും ഡയറക്ടർ അല്ലെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ കൊള്ളാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മോഹൻലാലിൻ്റെ പെർഫോമൻസ് അല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനതാ ഗാരേജ്, അത് തെലുഗുവിൽ ഭയങ്കര ഹിറ്റായിരുന്നു. അതിനകത്ത് പണ്ട് മൂവീസ് ഇയാളെ നന്നാകാൻ കാരണം അന്ന് നല്ല ഡയറക്ടേഴ്സും നല്ല റൈറ്റേഴ്സും ഉണ്ടായിരുന്നു. അവരെല്ലാം ആൾക്കോൾ ഇങ്ങനെ പറഞ്ഞു പോയി മരിച്ചു പോയപ്പോൾ ഡയറക്ടേഴ്സ് പോയപ്പോഴാണ് ഇയാളുടെ കരിയർ ഡൗൺ ആയത്. ആ ക്വാളിറ്റി ഫിലിം വരാതിരുന്നത്. ഇതിൻ്റെ ഡയറക്ടർ ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി മോർ റൈറ്റർ ആർട്ടിസ്റ്റാണ്, റൈറ്ററിൻ്റെ ആണ്. മമ്മൂട്ടി ഒരുപാട് പ്രിപ്പറേഷൻ നടത്തി റിസർച്ച് ചെയ്താണ്. മോഹൻലാൽ വരുന്ന ആ സമയം ഡയറക്ടർ എന്ത് പറയുന്നു അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ വെറും ഡയറക്ടർ പറയുന്നത് മാത്രമല്ല, പുള്ളിക്ക് തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് പറയേണ്ടായിരുന്നു
സ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും. അല്ല പറയാം, അതിന് പുള്ളിയുടേതായ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. സൂക്ഷ്മമായ ഭാവങ്ങളൊക്കെ ആണെങ്കിൽ മോഹൻലാലിന് വന്നിട്ട് അഭിനയിച്ച് കാണിക്കും. അത് ഞാൻ കേട്ടിരിക്കുന്ന ഇതാണ്, നമ്മൾ സെറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും മോഹൻലാലിൻ്റെ ആ ഷോട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ല, എന്തോ കാണിച്ചു നടന്നു. പക്ഷേ പറയണം, സ്ക്രീനിൽ വരുമ്പോൾ ആ ഒരു അവര് പലരും വിചാരിക്കും എക്സ്പ്രഷൻസ് എല്ലാം ഉഴപ്പി അഭിനയിക്കാൻ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അവസാനം സ്ക്രീനിൽ വരും. എങ്കിലും പുള്ളിയുടെ ക്യാമറയിൽ പുള്ളിക്ക് അറിയുമെന്ന് അറിയില്ല, അങ്ങനെ എന്തെങ്കിലും അറിയില്ല. പല മഞ്ജുവാർ പല ആൾക്കാർ പറഞ്ഞു അഭിനയിക്കുമ്പോൾ വളരെ ഉഴപ്പി അഭിനയം അല്ലെങ്കിൽ തോന്നും, പക്ഷെ അവസാനം സ്ക്രീനിൽ വരുവാനായിട്ട് വരും. അത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ കൂടുതൽ ഇഷ്ടം? എന്നുവെച്ചാൽ ആക്ടർ എനിക്ക് മോഹൻലാലിനാണ് ഇഷ്ടം. ഈ മോഹൻലാൽ കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആണെന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. ഈവൻ ഞാൻ പോലും പോയി കണ്ടിട്ടുണ്ട്. ഹി വാസ് എ വെരി അപ്രോച്ചബിൾ പേഴ്സൺ. എല്ലാ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പഴയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് ജാടയൊന്നുമില്ല, വളരെ അപ്രോച്ചബിൾ ആണ്, വളരെ ഫ്രണ്ട്ലിയാണ്. മമ്മൂട്ടിയുടെ സെറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഞാൻ മോഹൻലാൽ സംസാരിച്ചിട്ടുണ്ട്. സൈലൻസ് വേണം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ആണ്. ഈഗോ ഒരു അരഗണ്ടാണെന്ന് പറയണം. മേ ബി ഇപ്പം മാറി വരുന്നെന്ന് പറയണം. പണ്ട് ഭയങ്കര അരഗണ്ടായിരുന്നു. അതുകൊണ്ട് ശരിയാണ്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിന്നെ അതിന്റെ പുറകെ നടക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഇറ്റ്സ് ഓക്കെ. ജനറലി പുള്ളിവത്തെ ഒപ്പീനിയൻ അങ്ങനെയാണ്, അരഗണ്ടാണെന്ന്. പക്ഷെ ഹി ഈസ് ദ മോസ്റ്റ് ഡിസിപ്ലിൻഡ് മലയാളം ആക്ടർ എന്നാണ് പറയുക. ബേസിക് ഡിസിപ്ലിൻ ഇല്ലെങ്കിലും ഒന്നും ആവില്ല, ഒട്ടും ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഒന്നും ആവില്ല. ഡിസിപ്ലിൻ കൂടിയാലും പ്രശ്നമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ മിഡിൽ പാർട്ട്. ഓവർ ഡിസിപ്ലിൻ ആണ് നമുക്ക് അവർക്ക് ഇതാവില്ല, ഫ്ലെക്സിബിൾ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒട്ടും ഡിസിപ്ലിൻ അല്ലെങ്കിൽ എവിടെ എത്തില്ല, സ്പോയിലായി. ഒരു ബേസിക് ഡിസിപ്ലിൻ ആണ്. റൈറ്റ്. മോഹൻലാൽ ഫാൻസുമായിട്ട് ഫിലിം റിവ്യൂ പറഞ്ഞതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും കുറിച്ച് നല്ലതും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ഇവർക്ക് എന്താണെന്ന് അറിയില്ല, പറയുന്ന രീതിയിലാണ് ഇവർക്ക് പ്രശ്നം. ടോക്സിക് ഫാൻസ് ആണ്, ടോളറൻസ് ഇല്ല, അവർ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നില്ല. ഫാൻസുകാർക്ക് ദേവ ഹാർട്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അംശമുണ്ട്. സത്യം പറയാം, ഹൃദയമുണ്ട്. പക്ഷെ അവർക്ക് ബുദ്ധി ഇല്ലെന്നല്ല, ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അവർ ബ്ലൈൻഡാണ് എല്ലാം. ഇത് തമിഴ്നാട്ടിൽ തുടങ്ങിയാണ് NTR സ്റ്റൈലിൽ. നമ്മൾ തമിഴ്നാട്ടിൽ നമ്മൾ നെഗറ്റീവ് റിവ്യൂ കൊടുത്താൽ കൊന്നുകളയെന്ന് പറയാണ് NTR സിനിമയ്ക്ക്. ശരി, ഇവർക്ക് തോട്ട് പ്രോസസ് ഇല്ല. എന്ത് ചെയ്യാനാണ് തോട്ട് പ്രോസസ് ഉള്ളവർക്കല്ലേ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം മനസ്സിലാവും. അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അത് പണ്ട് കേരളത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. തമിഴ്നാട് നേച്ചർ അത് ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ആസ്വാദന നിലവാരം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം അച്ചായനെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ചീത്ത വിളിക്കുന്നുണ്ട്. റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ കാലും കൈയും തല്ലി പിടിക്കുന്നു പറയുന്നവരുണ്ട്. ചിലർ വധഭീഷണിയാണ്. ഇങ്ങനെയൊക്കെ കുറേ ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ, ബിഹേവിയേഴ്സ് ആണ് ശരിക്കും ഫാൻസിന്റെ സൈഡിൽ നിന്നുണ്ടാവും. ഞാൻ എവിടെ വായിച്ചിരുന്ന സൈക്കോളജി അനുസരിച്ച് ഈ ഐഡൽ വർഷിപ്പ് തന്നെ ഒരു അബ്നോർമാലിറ്റി പറയാണ്. അതുകൊണ്ട് ഐഡൽ വർഷിപ്പ് ഒരു അബ്നോർമാലിറ്റി ആയിട്ടാണ് സൈക്കോളജിയിൽ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിവേകാനന്ദ പറഞ്ഞ ഭ്രാന്താലയമാണ്, അസൈലമാണ്. എന്നിട്ട് അവർ വരെ നമുക്ക് വട്ടാണ്. അവർ ലാർജ് നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അവരുടെ ഒപ്പീനിയൻ അവർ നോർമലായി മാറി. നമ്മൾ ഈ ഫിലോസഫിക്കൽ തിയറി ഉണ്ട്, ഒരു തെറ്റായ കാര്യം കുറേ പേര് ശരി കഴിഞ്ഞാൽ ശരിയായി മാറും. അത് ഒരു തരത്തിലുള്ള യൂട്ടിലിറ്റേറിയനിസം ആണ്. ആക്ടിലിറ്റേറിയനിസം എന്ന് പറയും. എന്താണ് ഒരാൾ കുറച്ച് 2-3 ആൾക്കാർ ഇവൻ സൈക്കോളജി പറഞ്ഞ പിന്നെ എല്ലാവരും പറയും സൈക്കോളജി. മോബ് സൈക്കോളജി അതാണല്ലോ, മോബ് സൈക്കോളജി. അപ്പം മാസ് സൈക്കോളജി നമുക്ക് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഗാന്ധിജി പോലും മാസ് സൈക്കോളജി മനസ്സിലാക്കിയ ആളാണ്. മാസ് സൈക്കോളജി മനസ്സിലാക്കി. ഇപ്പോൾ പുലിമുരുകൻ പറഞ്ഞ ഫിലിം എങ്ങനെ ഹിറ്റായി, മാസ് സൈക്കോളജി മനസ്സിലാക്കി മാനിപ്പുലേറ്ററാണ് ഈ സാധാരണ ആൾക്കാർ. ഇവന്മാർ പണ്ടന്മാരെ നിന്നു കൊടുക്കുകയാണ്. മാസ് സൈക്കോളജി മനസ്സിലാക്കി ചെയ്തതാണ്. ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് മലയാളം ഫിലിമിൽ? മലയാളത്തില എനിക്ക് പണ്ടൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു, ജോൺ അബ്രഹാം പറഞ്ഞു. വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ആളായിരുന്നു, ബ്രില്യൻ്റ്. അന്ന് അരവിന്ദനാണ്, കുറേ നല്ല ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന സമയത്തെല്ലാം വലിയ ഡയറക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല വൾഗാരിറ്റി ഇല്ലാത്ത കുറച്ച് നല്ല മൂവീസ് വന്നിട്ടുണ്ട്. പ്രിയദർശൻ, ലത്തൻതിക്കാട് അവരുള്ള അങ്ങനെ അവരും വലിയ ഡയറക്ടേഴ്സായിട്ട് തോന്നിയിട്ടില്ല. ഡയറക്ടേഴ്സ് ഇപ്പോൾ ഭരതൻ നല്ല ഇമാജിനേഷൻ ഉള്ള ആളാണ്. മലയാളത്തിലെടുക്കുകയാണ് അങ്ങനെ കുറേ ഉണ്ട്. അരവിന്ദൻ, അടൂരിന് എനിക്ക് വലിയ താല്പര്യമില്ല, അതിലൊരു ക്ലീശയാണ്. എല്ലാ സിനിമ ഒരേപോലെ തന്നെ. KG ജോർജ് ഗുഡായിട്ടാണ്, ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കിയാൽ ഡോക്ടർ ബിജു നല്ലൊരു ഡയറക്ടറാണ്. പല ആൾക്കാർ നെഗറ്റീവായിട്ട് പറയാൻ. ആത്മരാജനെ ഇഷ്ടമാണോ?
പത്മനാഭൻ ഇഷ്ടമാണ്. പത്മനാഭൻ ഇസ് മോർ എ റൈറ്റർ ഞങ്ങളുടെ ഡയറക്ടർ. ഇപ്പൊ ഭരതൻ നല്ലതാണ്. അങ്ങനെ കുറേ ലോഹിതദാസ് ഫിലിം സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ലോഹിതദാസ് ഒരുപാട് ജീവിതാനുഭവമുള്ള ആളാണ്, ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ലോഹിതദാസിന്റെ ഫിലിം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയും ഭയങ്കര ട്രാജഡിയിലാണ് അവസാനിക്കുന്നത്. ഭയങ്കര സെന്റിമെന്റ്സ്, ഭയങ്കര ഇമോഷണലാണ്. ഇപ്പൊ ലിജു ജോസ് ഫിലിംസ് നല്ലൊരു ആക്ടറാണ്. ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്, ജെല്ലിക്കെട്ടല്ല, ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. ബ്ലസ്സി നല്ലൊരു ആക്ടറായിരുന്നു. ബ്ലസ്സി മോഹൻലാൽ എന്നൊക്കെ പറയാനുള്ള പടം വന്നു. ലാൽ ജോസ് കുഴപ്പമില്ല. മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ആരൊക്കെയാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ മോഹൻലാൽ തന്നെയാണ്. അത് അല്ലാതെ മോഹൻലാൽ അല്ലാതെ ഇപ്പൊ ഫാസ്റ്റ് നല്ലൊരു ആക്ടറാണ്. എന്തായാലും മെത്തോഡിക്കാണ്. പഴയ സിനിമയിലുള്ളവരെ പഴയുള്ളതാണെങ്കിൽ ഇയാളെ എന്താണ് കൊട്ടാരക്കര അങ്ങനെ അവര് വലിയ ആക്ടേഴ്സായി. കൊട്ടാരക്കര നല്ല ആക്ടറായിരുന്നു. ഭരത് ഗോപി എല്ലാവരും വലിയ ആക്ടറായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കാണ് തോന്നിയിട്ടുള്ളത് ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ്. മമ്മൂട്ടി മെത്തോഡിക് ആക്ടിങ്ങിൽ നല്ലതാണ്. ആർട്ട് ഫിലിംസ് ചെയ്യാൻ വളരെ മെടുക്കണം. ആർട്ട് ഫിലിംസ് ചെയ്യാൻ മമ്മൂട്ടി വളരെ മെടുക്കമാണ്. പഴയ പൊന്തമ്മാടെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആർട്ട് മൂവീസ് ജോലി ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 22 times നാഷണൽ അവാർഡ് വെച്ചയക്കുന്നു. മോഡേൺ ആർട്ട് ഫിലിംസ് ചെയ്യാൻ പറ്റും. സ്കൂളിങ് ചെയ്ത് കൊമേഴ്ഷ്യലാണ്. സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നെടുമുടി വേണം, ഗുഡ് ആക്ടർ വേണം. പുള്ളി ആക്ടർ, പുള്ളി ഇസ് മോർ ആൻ ആർട്ടിസ്റ്റ് ദാൻ ആൻ ആക്ടർ. നല്ലൊരു കലാകാരനായിരുന്നു. സിനിമയിൽ വരേണ്ട ആളായിരുന്നില്ല. മോസ്റ്റ് ആർട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ്. നമ്മുടെ മോഹൻലാലിന്റെ ഒരു പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുകയാണെങ്കിൽ where do you rank? Is he into academic IQ? Is he into social intelligence? Or is he into fine art? Right brain ആണ്. റൈറ്റ് ബ്രെയിൻ ആണ്. ഓക്കെ. പുള്ളി പഠിക്കുന്ന കാലത്ത് പുള്ളി ആവറേജ് ഉണ്ടായിരുന്നു. ഈസ് മോർ റൈറ്റ് ബ്രെയിൻ. ഈ ലെഫ്റ്റ് അല്ല, ലെഫ്റ്റ് ബ്രെയിൻ ആണ്. അത് മിക്ക സിനിമകളിൽ മിക്ക ആൾക്കാർ റൈറ്റ് ബ്രെയിൻ ആണ്. പക്ഷെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ ആണ്. അയാൾക്ക് ക്രിയേറ്റിവിറ്റി ഇപ്പോഴാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ആ ടാലൻസ് എല്ലാം അതുപോലെയാണ്, റൈറ്റ് ബ്രെയിൻ ടാലൻസ് ആണ്. പക്ഷെ ക്രിയേറ്റിവിറ്റി ഇപ്പോഴാണ് വരുന്നത്, പണ്ടില്ലായിരുന്നു. ഇപ്പോൾ ബറോസൽ ഡയറ്റേറ്റുള്ളത് പണ്ട് ക്രിയേറ്റീവ് എത്ര ഇല്ലായിരുന്നു, ഇപ്പോഴുണ്ട്. ബറോസിനെ കുറിച്ച് എന്താണ് എക്സ്പെക്ടേഷൻ? ബറോസ് പുള്ളിയുടെ മാത്രമല്ല, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് കൂടെ, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു മിത്തോളജിക്കൽ ഫിലിമാണ്. അത് ഇന്റർനാഷണൽ ടോപ്പിക്കാണ്. അവർ അറൗണ്ട് 20 ലാംഗ്വേജിൽ എന്തോ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യാം. കാരണം അത് ഇന്റർനാഷണൽ ടോപ്പിക്കാണ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മലയാളത്തിൽ കിരീടം എന്ന മൂവി കണ്ടു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ആൾക്കാർക്കേ മനസ്സിലാവില്ല, സാഹിബിന് മനസ്സിലാവില്ല. ഈ ഒരു തീം എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനത്തെ സ്റ്റോറിയാണ്. അതുകൊണ്ട് അത് പല ലാംഗ്വേജിലും. പക്ഷേ ഇയാൾ എങ്ങനെ ഡയറക്റ്റ് ചെയ്ത് ഒന്നും അറിയില്ല. ഇപ്പം ആദ്യമായിട്ടാണല്ലോ ഡയറക്റ്റ് ചെയ്യണം. കറക്റ്റ്. ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഈവൻ ഞാൻ എൻ്റെ സ്കൂൾ ടൈം തൊട്ട് ഈ രാവണപ്രഭു കണ്ടാണ് നമ്മളും വളരുന്നത്. അപ്പൊ അന്ന് അങ്ങനെ ഇഷ്ടമല്ല. നമ്മളുടെ മാസ് ഹീറോ മോഹൻലാലാണ്. എനിക്ക് രാവണപ്രഭു, നരസിംഹൻ ഇഷ്ടമല്ല. സ്പടികം എനിക്ക് ഇഷ്ടപ്പെട്ടു. മാസ് മൂവീസ് ആണ്. ഇത് മാസം എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ദേവാസ് ഇഷ്ടപ്പെട്ട മൂവി സ്പടികം, അത് നല്ലതാണ്. എനിക്ക് മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ദശരഥമാണ്. പിന്നെ ഒരു നല്ല പടം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പത്മരാജന്റെ നാഷണൽ അവാർഡ് കിട്ടിയൊരു മൂവി ഉണ്ടല്ലോ, അതില് ജയകൃഷ്ണ മേനോനായിട്ട് അഭിനയിക്കുന്ന ഒരു പടം ഉണ്ടല്ലോ, അവാർഡ് കിട്ടിയോ? പുള്ളിക്ക് നാഷണൽ അവാർഡ് മോഹൻലാലിന് കിട്ടിയിട്ടില്ല. മോഹൻലാലിനാണ് ഡയറക്ടറൊക്കെ. ഐ മീൻ ഡയറക്ടർക്ക് നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയാണ്. അപ്പൊ അത് എനിക്ക് ഞാൻ ഒരു മേ ബി ഒരു 50 പ്രാവശ്യമെങ്കിലും ആ മൂവി കണ്ടിട്ടുണ്ടാവുന്നതാണ്. തൂവാനത്ത് നമുക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ? അത് വേറൊരു വൈബിലുള്ള ഒരു പടമാണ്. ഞാനത് ഉടനെ കണ്ടിട്ട് അതിന് കുറച്ച് നാച്ചുറൽനെസ് ഉണ്ട്. അതിനകത്ത് അശോകനൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഒരു വേറൊരു സ്റ്റൈൽ, കുറച്ച് വസ്ലത്രം കാണിക്കുന്ന ഒരു മോഹൻലാലിനെ കണ്ടു. എനിക്ക് അങ്ങനത്തെ ഒരു മോഹൻലാലിനെ പാദമുദ്ര വസ്ലത്രമുള്ള മോഹൻലാലിനെ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഉള്ളടക്കം, നിർണയം, സൂര്യഗായത്രി അങ്ങനത്തെ പടങ്ങളൊക്കെയാണ്. ഡോക്ടർ സണ്ണി ആയിട്ടൊക്കെ അഭിനയിച്ച മൂവി ഈ മഞ്ചത്താനെക്കാളും ഉള്ളടക്കമുള്ള ഉള്ളടക്കം സൂര്യഗായത്രി ഉണ്ടല്ലോ മറ്റു തമിഴ് ബ്രാഹ്മണായിട്ട് അന്ന് അത്ര ഓടിയില്ല. അങ്ങനത്തെ കുറെ മൂവീസ് ഉണ്ട്. ഇപ്പൊ അങ്ങനത്തെ മൂവീസും ചെയ്യുന്നില്ല. സുരേഷ് ഗോപി നിർണയം നല്ല മൂവി. നിർണയം സുരേഷ് ഗോപി ഇഷ്ടമാണോ? ആസ് എ ഹ്യൂമൻ ബീങ് ഇഷ്ടമാണ്. വലിയ ആക്ടർ ഉള്ള പുള്ളി എന്ന് പറഞ്ഞാൽ ഇതാണ് വലിയ ആക്ടർ. നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് തോന്നി. പോലീസ് വേഷത്തിലൊക്കെ പുള്ളിയല്ലേ ശരിക്കും? ഞാൻ മമ്മൂട്ടിയും ചെയ്യേണ്ടതായിട്ട്. സെലിബ്രിറ്റി ക്രഷ് ഉണ്ടോ ശരിക്കും? കോൺട്രവേഴ്സികളൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഇപ്പം അത് നിത്യമേനോൻ അറിയാമല്ലോ. അറിയാം. അയാളിപ്പം എൻ്റെ മനസ്സിന് പോയി കഴിഞ്ഞു. കാരണം ഞാൻ ഉദ്ദേശിച്ചത് അത്ര പേഴ്സണാലിറ്റി അല്ല. ഇനി എനിക്ക് അങ്ങനെ പ്രണയമൊന്നും വേണ്ട. ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് എൻ്റെ ഒരു കർണാടകയിലെ ഫ്രണ്ട്
നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ഹിറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. കർണാടകയാണ് ആക്ച്വലി നിത്യമേനോന്റെ ഇഷ്യൂ പല ലാംഗ്വേജിലും. കർണാടകയിൽ ഫേമസ് ആയി, ആന്ധ്രാപ്രദേശിൽ ഫേമസ് ആയി, തെലങ്കാന ഫേമസ് ആയി, തമിഴ്നാട്ടിൽ ഫേമസ് ആയി, കേരളത്തിൽ പണ്ടേ ഫേമസ് ആയി. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. പക്ഷെ അതിന്റെ റേഞ്ച് പോയത് വേറെ. ഫോട്ടോ അയച്ചല്ലേ, ഫോട്ടോ അയച്ചു തന്നു നിങ്ങളുടെ നാട്ടിലാണ്, നിങ്ങൾ അറിയുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ആക്ച്വലി സന്തോഷ് വർക്ക് ചെയ്യുന്ന ആളെ ഞാൻ നോക്കുന്നത്. എനിക്ക് കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഫാദർ മരിച്ചുപോയി, 8 months ആയി. ഫാദർ എഞ്ചിനീയർ ആയിരുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയർ. AMA കൊണ്ട് എൻട്രൻസ് വലിയ എക്സാമിൽ ഏറ്റെടുത്താം. അക്കാഡമിയിൽ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു, മാത്സ് ഫിസിക്സ് അങ്ങനെയല്ല. പിന്നെ പുള്ളി എഞ്ചിനീയറാണ്. പുള്ളി ഇവിടെ കാർബോണിൻ്റെ പ്ലാൻ മാനേജർ റിട്ടയർ ചെയ്ത വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം എടുത്ത്. ഇറ്റ്സ് എ ഗ്രേറ്റ് പേഴ്സൺ. പലരും എന്നെക്കുറിച്ച് പറയുമ്പോൾ പുള്ളിയുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ജസ്റ്റ് തോന്നുന്നുണ്ട്. ഞാൻ കോമാളിയായിട്ട് പറയാം. മദർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കോളജിയിൽ, ഹോം മേക്കറാണ്. പിന്നെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റർ US ഡോക്ടറാണ്, അവരുടെ അക്കാഡമി ഇതാണ്. ഹസ്ബൻഡ് സയൻറ്റിസ്റ്റാണ്, ജോൺ ഹോപ്കിൻസ് ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ. അവർക്ക് മോളുണ്ട് 11th സ്റ്റാൻഡേർഡ്. രണ്ടാമത്തെ ആൾ ബാംഗ്ലൂരാണ്, ഇത് മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് ഒരു MBA-കാരനാണ്, വൈസ് പ്രസിഡന്റ് ഇൻ MNC. നിങ്ങൾ ബേസിക്കലി ഒരു അക്കാഡമിക്. അവരൊന്നും അങ്ങനെ മൂവീസും കാണാറില്ല, ഞാൻ മാത്രമേ കാണാറുള്ളൂ. സ്കൂൾ ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? ആർ യു മോർ ഓഫ് ആൻ ഇൻട്രോവേർട്ട്? പണ്ട് വളരെ ഇൻട്രോവേർട്ടായിരുന്നു, ചെറുപ്പത്തിൽ വളരെ ഇൻട്രോവേർട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടായിട്ടാണ് മാറുന്നത്. പേഴ്സണാലിറ്റി മാറിയിട്ടുണ്ട്. പണ്ട് വളരെ ഇൻട്രോവേർട്ടായിരുന്നു, ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ സംസാരിക്കുന്നില്ല എന്നായിരുന്നു. ഞാൻ മാത്സിൽ എപ്പോഴും മിടുക്കനായിരുന്നു. അതുകൊണ്ടാണ് മാത്സിൽ ഞാൻ പ്രോഡിജി ആയിരുന്നു. അങ്ങനെ പോകേണ്ട ആളായിരുന്നു. പക്ഷേ പ്രോപ്പർ ഗൈഡൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ എലോൺ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാറുണ്ടോ? എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇഷ്ടമാണ്. എവറി ഡേ യു നീഡ് എ മീ ടൈം. കറക്റ്റ്. അല്ല, എനിക്ക് എപ്പോഴും ഞാൻ എല്ലാ ദിവസവും ലുലുമാളിൽ വരുന്നത് ക്രോസ് വേൾഡ് ബുക്ക് വായിക്കാനാണ്. എനിക്ക് റീഡിങ് ഇഷ്ടമാണ്, തിങ്കിങ് ഇഷ്ടമാണ്. ഇവൻ കല്യാണം പോകുമ്പോൾ പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു പേഴ്സണൽ കിട്ടിയാലും മാച്ച് ചെയ്യാൻ പറ്റും. ഇന്റലക്ച്വൽ ആയ ഒരു പെണ്ണുങ്ങൾ കുറവാണ്. മേ ബി ഇത് ഔട്ട്സൈഡ് കേരള ഉണ്ടാവും, കാരണം ഇവിടെ നിന്നെല്ലാം ബ്രെയിൻ ഡ്രെയിൻ ആണ് സംഭവിക്കുന്നത്. ഡൽഹി അങ്ങനെയല്ല, അവിടെയല്ല പോയ ശരിക്കും 2009 എൻ്റെ മദറിന് സർജറി വന്നപ്പോഴാണ് ആ ബോണ്ടിങ് ഭയങ്കരമായിട്ട് പറഞ്ഞത്. അതിന് മുമ്പ് ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് എവിടെ വേണമെങ്കിൽ പോകാൻ, UK എവിടെയെങ്കിലും പോയാലും. ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അച്ചായന് ശരിക്കും ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറുള്ള ഒരു കൺട്രിയിലായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ് മനസ്സിലാക്കുന്നത്. യു നീഡ് യുവർ ഓൺ പേഴ്സണൽ ഫ്രീഡം. സ്വന്തം സൈക്കിൾക്കാക്കി മാറ്റും. ടൂ മച്ച് ബോദറൻസ് ആണ്. ബാംഗ്ലൂർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബാംഗ്ലൂർ ഇസ് എ മൾട്ടി കൾച്ചറൽ സിറ്റി. ഡിഫറെൻ്റ് ആണ്. എംപ്ലോയ്മെന്റ് വെരി ഡിഫിക്കൽട്ട് ഇവിടെ ജീവിക്കാനാണ്. വെറുതെ നമ്മളെ കുറിച്ച് ബോദർ ചെയ്യുക. ഇവർക്ക് വേറെ പണിയില്ലെന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് 40% പോലെ. അതുകൊണ്ടാണ് വേറെ ഇൻഡസ്ട്രി ഇല്ല. ലോട്ട് ഓഫ് അതർ പീപ്പിൾ. ഇപ്പൊ യൂത്ത് എല്ലാം എന്തുകൊണ്ടാണ് വേറെ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ഔട്ട് ഓഫ് അവർ കമ്പൾഷൻ. നമുക്ക് വേറെ ചോയ്സ് ഇല്ല. വളരെ ഫ്രോഡ് പേടികളാണ് വേണ്ടത്. ബ്രെയിൻ ഡ്രെയിൻ ആണ് ഞാൻ കാണുന്ന റീസൺ. ഇവിടെ വേണ്ടത് സ്ട്രീറ്റ് മാനിപ്പുലേഷൻ ആണ്. ഫ്രോഡ് കണ്ണിങ് പീപ്പിൾ ആണ്. ഇപ്പോൾ സിനിമയിൽ തന്നെ റിലീവ് പറയേണ്ടത് എനിക്ക് ദാസ് ക്യാപിറ്റലോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, കളിക്കാനുള്ള ബുദ്ധിയാണ്. ഈ ഫ്രോഡാണ് ഇവിടെ നടക്കുന്നത്. എനിക്കെന്നെ ഞാൻ എനിക്കൊരു ഇന്റലക്ട് ആൻഡ് പ്രോബ്ലം കിട്ടുന്നില്ല. വല്ലാത്ത അങ്ങനെ ഇവർക്ക് ഇപ്പോൾ ഒരാളെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയും സൈക്കോണോ, അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവരുടെ ഇൻ്റർനെറ്റ് കുറവായി കൊണ്ടാണ്, അല്ലാതെ ഇവർ കുഴപ്പമില്ല. അത് ഇവിടുത്തെ കൾച്ചറിന്റെ പ്രോബ്ലം അല്ലേ? ഇപ്പോൾ കളക്ടിവിസ്റ്റ് സിസ്റ്റത്തിൽ, കളക്ടിവിസ്റ്റ് കൾച്ചറിൽ നമ്മൾ അവരുടെ പൊതുബോധം, അവരുടെ മോബിന്റെ സൈക്കോളജി മനസ്സിലാക്കിയാൽ തന്നെ അവരുടെ ഡിഫറെന്റ് ആണെങ്കിൽ അവർ നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ ഒരു റിയാലിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ജീനിയസ് പറയുന്ന ആൾക്കാരെല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. അവർ സൊസൈറ്റിക്ക് പുറത്തായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇത് പറ്റില്ല ഇവരുമായിട്ട്. അതൊരു റിയാലിറ്റിയാണ്. ഈ കുഴപ്പം പറഞ്ഞാൽ ക്ലാസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഇന്റലിജൻസ് 1 to 2% ഭൂരിഭാഗവും മാസമാണ്. അതാണ് പ്രശ്നം. അങ്ങനെയുള്ളവർ ഈ കൺട്രിയിൽ അവർ മൈഗ്രേറ്റ് ചെയ്ത് സൈലന്റ്ലി ദേ മൂവിങ് അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകണം. ഇപ്പോൾ ബ്രെയിൻ ഡ്രെയിൻ ആണെങ്കിൽ 1960s തൊട്ട് നമുക്ക് മൈഗ്രേഷൻ ഹിസ്റ്ററി ഉണ്ട്. നമ്മളെല്ലാം ഗൾഫിൽ പോയി. മലയാളി പോകാത്ത സ്ഥലമില്ല. മജോറിറ്റി ആൾക്കാർ പുറത്ത് സെറ്റിൽഡാണ്. വാട്ട് ഐ ഫീൽ ഈസ് ഫസ്റ്റ് ഏറ്റവും നല്ല ഇൻ്റലിജൻറ്റ് ആൻഡ് മോസ്റ്റ് സ്മാർട്ട് ആൻഡ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ദേ ഓൾറെഡി സെറ്റിൽഡ് ഇൻ ദ വെസ്റ്റ് ഫ്രം 1960s. അപ്പോൾ അവർ US പോയി, ജർമ്മനി പോയി, അങ്ങനെയൊക്കെ എല്ലാം സെറ്റിൽഡായി. കാരണം നമ്മൾ ഈ ഒരു എൻവയൺമെൻറ്റ് കിടന്ന് വളരുന്നതിൻ്റെ ഒരു
പക്ഷേ എനിക്ക് ഗൾഫിലെല്ലാം പോയത് മോർ മണി ഫിനാൻസ് ആണ്. മണി ബേസ്ഡ് ആണ്. ഈ കത്തിങ് ഇവർക്ക് എഡ്യൂക്കേഷൻ പെട്ടെന്ന് കിട്ടി, മിഷണറി എഡ്യൂക്കേഷൻ വന്ന എഡ്യൂക്കേഷൻ കിട്ടി. ഇവർ ശരിക്കും ഈ ആഫ്രിക്കയിലും ബോംബെയിലും ഗൾഫിലെല്ലാം പോയിട്ട് ശരിക്കും അഡ്വാൻസിൻ്റെ ആണ് കാശിലാക്കി താമസിച്ചുകൊണ്ട് ഇവർ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അന്ന് അവിടുത്തെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല. അതെ, അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അവർ ഔട്ട്സ്മാർട്ട് ചെയ്തു ശരിക്കും. അങ്ങനെയാണ് ഇവർ ഇത്ര വെൽത്ത് ഉണ്ടാക്കിയത്. ഇവർ ബോംബെയിൽ പോയാലാണെങ്കിലും അവർ അത്ര എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല. ഇന്നത് നടക്കുന്നില്ല. അവർ ശരിക്കും ഹൈലി കോമ്പറ്റീഷൻ ആണ്. ആഫ്രിക്കയിലൊന്നും അന്ന് ആരും ഇല്ല, നീഗ്രോസ് അല്ല. ഗൾഫ് ആണെങ്കിൽ അങ്ങനെ കുറച്ച് ട്രാൻസ്ലേഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ മൈഗ്രേറ്റ് ചെയ്ത വൺ ഓഫ് ദ കൺട്രി സൗത്ത് ആഫ്രിക്കയാണ്. പക്ഷെ അവിടെ കൂടുതലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോബ്സ് കൂടുതൽ ടീച്ചേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് കൂടുതൽ മൈഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അവിടെ ഇവിടുത്തെ ടോപ്പ് റാസ് തന്നെ അങ്ങോട്ട് പോയേക്കുന്നത്. അതുപോലെ അവർ മൈഗ്രേറ്റ് ചെയ്ത കൺട്രീസ് മാത്രമാണ്. ഫോറിൻ കൺട്രീസിൽ അവരെല്ലാ സബ്ജക്റ്റും പഠിക്കാൻ പോകും, പക്ഷേ ടെക്നിക്കൽ എഡ്യൂക്കേഷനുള്ള ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് ഇവിടെ മാസ്റ്റായിട്ടാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടക്കുന്നത്. ഇപ്പോഴത്തെ കേസാണ്. ചേട്ടൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്? റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്. റീഡിങ്ങിനെക്കാട്ടും കൂടുതൽ ചിന്തിക്കുക, സ്വന്തമായ ഐഡിയ ഉണ്ടാകും. യു ആർ എ ഡീപ് തിങ്കർ, കറക്റ്റ്. അതേ ചിന്തിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ വായന, മ്യൂസിക് ഇഷ്ടമാണ്. സിനിമ അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് അല്ല എനിക്ക്, കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കാണും. എന്തൊക്കെ മ്യൂസിക് ഇഷ്ടം? ഏത് ജോണറാണ് ഇഷ്ടം? മ്യൂസിക് എനിക്ക് മെലഡി ഭയങ്കര ഇഷ്ടമാണ്. മെലഡി, ക്ലാസിക്കൽ, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്? എനിക്ക് ഇളയരാജ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് പണ്ട് ബോൺ ജോബി ഇഷ്ടമായിരുന്നു. പിന്നെ ബീത്തോവൻ, ഇംഗ്ലീഷിനെ കേട്ടില്ല. ബീത്തോവൻ്റെ എനിക്ക് ഇഷ്ടമാണ്. ഇംഗ്ലീഷ് ക്ലാസിക്സ് ഒക്കെ കേൾക്കുമോ? എല്ലാം എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. മ്യൂസിക് എന്നെ ആ ഒരു ഇത്, ഈവൻ മലയാളത്തിൽ തന്നെ ജോസ് മസ്റ്റെല്ലാം പല മെലഡീസിൽ വളരെ ഇഷ്ടമാണ്. മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുമോ? അല്ല, അതില്ല. ഇത് പലതും ഞാൻ ആർട്ടിസ്റ്റ് ചെയ്ത പല കാര്യം എൻജോയ് ചെയ്യും, പക്ഷെ ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഈവൻ ഫുഡ് ഇഷ്ടമാണ്, പക്ഷെ കുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. ട്രാവലിംഗ് ഇഷ്ടമാണോ? ട്രാവലിംഗ് താല്പര്യമില്ല, അത് വലിയ കുഴപ്പമാണ്. എനിക്ക് ഐ വിൽ ഗെറ്റ് സൂൺ ടയേർഡാവും. ട്രാവലിംഗ് എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പോൾ ഒരുപാട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ട്രാവലിംഗ് വലിയ താല്പര്യം. ഷോർട്ട് ജേർണീസേ ഇഷ്ടമുള്ളൂ. സോളോ ട്രിപ്പുകൾ ചെയ്യാറുണ്ടായിരുന്നു? സോളോ ട്രാവൽസ് ചെയ്യാറുണ്ട്. ഓക്കെ. ട്രാവലിംഗ് ചെയ്യാണ്ട് ചില പ്രശ്നങ്ങളുണ്ട് എനിക്ക്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? അധികമൊന്നും പോയിട്ടില്ല. ട്രാവലിംഗ് ചെയ്യാണ്ട പ്രശ്നങ്ങൾ എനിക്കുണ്ട്. കുറച്ചുകൂടെ ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ കുറവാണ്. അഡാപ്റ്റബിലിറ്റി പ്രോബ്ലംസ് എനിക്ക്. കാരണം നമ്മളുടെ IQ-നെ ബൂസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ നോളജിനെയും പേഴ്സണാലിറ്റിയും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല ആക്ടിവിറ്റിയാണ് ട്രാവലിംഗ്. ഞാൻ തോന്നുന്നു, ഞാൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഞാൻ മോർ ഐഡിയലിസ്റ്റിക് ആണ് പ്രാക്ടിക്കലിനെക്കാട്ടും. അങ്ങനെയുള്ള ആൾക്കാർ ലൈഫിൽ ഫെയിലിയറാണ്. നമ്മളിന്ന് ഫിലിമിനെ കുറിച്ച് സംസാരിച്ചു, ചേട്ടൻ്റെ ഇഷ്ടങ്ങളെ കുറിച്ച് സംസാരിച്ചു, ഹോബീസ്, ലൈഫ്, കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയും നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ മേ ബി നെക്സ്റ്റ് മന്ത് എപ്പോഴും സമയം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാം. ഇന്ന് നമ്മുടെ സമയം വളരെ ലിമിറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ടോക്കായിരുന്നു. ആദ്യമായിട്ടാണ് ഫിലോസഫി കുറിച്ച് സംസാരിക്കാൻ പറ്റിയത്. ഒരു ഇന്റലക്ച്വൽ ടോക്കായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.